നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടക്കുകയാണ്. ഇരുവർക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇഡിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിധി പറയുന്നത് ഡിസംബർ 16 മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ദില്ലി റൌസ് അവന്യൂ കോടതിയാണ് വിധി പറയുക. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിനിടെയാണ് പുതിയ കേസ് ഇപ്പോൾ നിലവിലുള്ളത്. ദില്ലി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ഇരുവർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സാം പിത്രോദയും കേസിൽ പ്രതിയാണ്. സോണിയാഗാന്ധി കേസിലെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ വിധി പറയുന്നത് ദില്ലി കോടതി ഡിസംബർ 16 മാറ്റിവെച്ചതിന് പിന്നാലെയാണ് പുതിയ എഫ്ഐആർ വിവരങ്ങൾ പുറത്തുവന്നത്. ഒക്ടോബർ 3 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് സെക്ഷൻ 66(2) പ്രകാരം ഏതൊരു ഏജൻസിയോടും ഒരു ഷെഡ്യൂൾ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനും ആവശ്യപ്പെടാൻ ഇഡിക്ക് അധികാരമുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിനെ വഞ്ചനയിലൂടെ കൈക്കലാക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഷെൽ കമ്പനിയായ ഡോക്ടെക്സ് മർച്ചന്റ് 2 കോൺഗ്രസ് നേതാക്കൾക്ക് 76% ഓഹരിയുള്ള ലാഭഛേദമില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയായ യങ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന് 1 കോടി രൂപ നൽകിയതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ ഇടപാടിലൂടെ യങ് ഇന്ത്യൻ കോൺഗ്രസിന് 50 ലക്ഷം രൂപ നൽകുകയും ഏകദേശം 2000 കോടി രൂപയുടെ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ നിയന്ത്രണം നേടുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഇഡി കേസിലെ വിധി രാഹുലിനും സോണിയയ്ക്കും എതിരായാൽ കടുത്ത നടപടികളിലേക്ക് ദില്ലി പോലീസ് കടക്കും. ഇതിനു വേണ്ടിയാണ് പുതിയ കേസെടുത്തത്. ഇപ്പോൾ പ്രവർത്തനരഹിതമായ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണലിന്റെ കോടികൾ വില വരുന്ന ആസ്തി സോണിയയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യ എന്ന കമ്പനി തട്ടിയെടുത്തുവെന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് ഇഡി കേസെടുത്തത്. നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ നടത്തിപ്പ് കമ്പനിയായിരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് 90 കോടി രൂപ പലിശയില്ല വായ്പ എടുത്തിരുന്നു. ഈ തുക തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ 2010 5 ലക്ഷം രൂപ മൂലധനവുമായി രൂപീകരിച്ച യങ് ഇന്ത്യ എന്ന കമ്പനി 5000 കോടിയുടെ സ്വത്തുക്കൾ അസോസിയേറ്റഡ് ജേർണൽസ് കമ്പനിയെ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സാം പിത്രോഡ തുടങ്ങിയവരാണ് യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടർമാർ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂട്ടാളികളും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള AJL എന്ന കമ്പനിയെ യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തുവെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അറിയാം. അതായത് ഡിസംബർ 16 ഒരു അന്തിമമായ ഒരു വിധി വരുന്നതോടെ സോണിയയും രാഹുലും തിഹാർ ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.